പാലാ എം.എൽ.എയും കേരള ഡെമോക്രാറ്റിക് പാർട്ടി നേതാവുമായിട്ടുള്ള മാണി കാപ്പൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ UDFിൻ്റെ ഈ ഒരു 2024 തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ സാധ്യതകളെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? UDFിന് വളരെ നല്ല സാധ്യതയാണ്. ഭൂരിപക്ഷം സീറ്റുകളും UDF വിജയിക്കും. മിനിമം 16 സീറ്റ് ജയിക്കും. താങ്കളുടെ പ്രവചനം അതാണ്? തീർച്ചയായും, അത് സംശയം വേണ്ട. ഈ കോട്ടയം മണ്ഡലത്തിൽ എങ്ങനെയായിരിക്കും UDFിൻ്റെ ഒരു സാഹചര്യം? ജയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം എന്തായിരിക്കും എന്നുള്ളൊരു പ്രവചനം കൂടി താങ്കൾ നടത്തുന്നത്? ഫ്രാൻസിസ് ജോർജ് 1.25 1.5 ലക്ഷത്തിനും ഇടയ്ക്ക് വോട്ട് ജയിക്കും. അപ്പോൾ നിലവിൽ ഇനി മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ഈ പലപ്പോഴും പല നേതാക്കളും BJPയിലേക്ക് പോകുന്ന ചർച്ചകൾ വലിയ സജീവമായി നടക്കുകയാണ്. നടക്കുമ്പോൾ പല ഘട്ടത്തിലും മാണി കാപ്പൻ എന്ന പേര് പറഞ്ഞു കേൾക്കുന്നു. വേറൊന്നുമല്ല, താങ്കൾക്ക് NCPയുമായിട്ടുള്ള വളരെ ദീർഘകാലത്തെ ബന്ധമുണ്ട്. താങ്കളുടെ പല സഹപ്രവർത്തകരും പല ഇടങ്ങളിലുമാണ്. പക്ഷേ താങ്കൾ ആ ബന്ധമെല്ലാം ഇന്ന് നിലനിർത്തി പോകാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു മാണി കാപ്പൻ BJPയിലേക്കോ എന്നതടക്കമുള്ള ചില ചർച്ചകൾ രൂപപ്പെട്ടു വരുന്നത്. എന്താണ്? ഞാൻ ഇടതുപക്ഷങ്ങളുടെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോഴും കോൺഗ്രസിലെ മുഴുവൻ നേതാക്കളെയും കാണാറുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സാറിനെ കാണുമായിരുന്നു, രമേശ് ചെന്നിത്തല കാണുമായിരുന്നു, വയലാർ രവി കാണുമായിരുന്നു. അവരെല്ലായിട്ടും നല്ല വ്യക്തിബന്ധം പുലർത്തിയിരുന്നു. ഞാൻ NCP വിട്ട് UDFിലേക്ക് വന്ന ശേഷം ജയിച്ചതിൻ്റെ പിറ്റേ ദിവസം ശരത് പവാറിനെ കണ്ടിട്ടുണ്ട്. കാരണം അദ്ദേഹം സുഖമില്ലാതെ വീട്ടിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് പുള്ളിയെ കാണാൻ പോയി. അതിനെപ്പറ്റി ക്രിറ്റിസിസം വന്നു. അന്നേരം അവിടെ ചെന്ന് സുപ്രിയ പുള്ളിയുടെ മോളൊരു ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിലിട്ടു. അതോടുകൂടി ഉടനെ അങ്ങോട്ട് ചേർന്ന് LDFിലേക്ക് വീണ്ടും ചേരാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇതിലൊന്നൊരു കാര്യമില്ല, വ്യക്തിബന്ധങ്ങൾ നിലനിർത്തുന്നത്. കഴിഞ്ഞ ദിവസം ഏതോ ഒരു ചാനലിൽ തന്നെ എനിക്ക് താങ്കളെ വിളിച്ചു തന്നാണ്. ഞാൻ എവിടെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എറണാകുളത്ത് മാരിയറ്റ് ഹോട്ടലിലാണ്. ഇങ്ങനെ സംഘമാജിയുടെ മൂത്തമാൻ നേരത്തെ മന്ത്രിയായിരുന്നു, 10 വോട്ടിന് പുള്ളി തോറ്റുപോയി. പുള്ളി ഇവിടെ ഒരു ആവശ്യം വന്നിട്ടുണ്ട്, കാണണമെന്ന് പറഞ്ഞു. ഞാൻ വന്ന് എനിക്കവിടെ സ്ഥലമുള്ളതാണല്ലോ. അപ്പം ഞാൻ കണ്ടു, കാഷ്വലി ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. ഈ പലപ്പോഴും ഇത്തരത്തിൽ ഈ മാണി കാപ്പനെ BJPയിൽ എത്തിക്കാൻ ശ്രമം നടക്കുന്നു. എന്തുകൊണ്ടാണ്? എന്താണ് ഇതിൻ്റെ ഉറവിടങ്ങൾ? എന്താണ് ശരിക്കും ഇത്തരത്തിൽ പ്രചരണം വരുന്നത്? ഏത് കോണിൽ നിന്നാണെന്നാണ് താങ്കൾ കരുതുന്നത്? അത് തീർച്ചയായിട്ടും ഏത് കോണമെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഞാൻ തോൽപ്പിച്ച സ്ഥാനാർത്ഥിയുടെ കോണിൽ നിന്ന് തന്നെയാണ്. താങ്കൾ പാല വിട്ടു പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്? ഇല്ല, പാല വിട്ട് ഞാൻ പോകുന്നില്ല. എന്നെ പാല വിട്ട് അവരെ കൊണ്ട് വിടാൻ സാധിക്കത്തുമില്ല. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും താങ്കൾ ഒരു പ്രചരണ രംഗത്ത് എങ്ങനെയായിരിക്കും സജീവമായിട്ടുണ്ടാവുക? 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ഓരോ ദിവസം പോകണമെന്നുണ്ട്. ഇല്ലെങ്കിൽ ഒരു 3 മണ്ഡലങ്ങളെങ്കിലും വെച്ച് കവർ ചെയ്തിട്ട് ഇവിടെ ഒരു 8 ദിവസം തീർച്ചയായും ഇലക്ഷൻ്റെ പീക്ക് ടൈമിൽ ഇവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങളുടെ കലാജാഥ വരുന്നുണ്ട്, അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. അതിൽ ആ ജാഥ 20 ദിവസത്തേക്കാണ് മൊത്തം ഉപകരിക്കുന്നത്. 14 ദിവസം മറ്റു പല സ്ഥലങ്ങളിലും, 6 ദിവസം കോട്ടയം പാർലമെൻറ്റ്. കേരളത്തിൽ വളരെ വിശ്വസ്തരായിരുന്ന നേതാക്കൾ ഇപ്പോൾ ആൻ്റണിയുടെയും കരുണാകരൻ്റെയും മക്കളെല്ലാം ഈ ഒരു ഇത് വിട്ട് BJP പാളയത്തിലേക്ക് പോകുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക? ഒരു പ്രതിഫലനം ഉണ്ടാകാനില്ല. BJPയുടെ ഒരു സീറ്റ് പോലും ജയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതേസമയം പത്മജയുടെ ഒരു പോക്ക് തൃശ്ശൂരിലടക്കം ഏത് തരത്തിലായിരിക്കും? എനിക്കറിയില്ല അവർക്ക് അവിടുത്തെ ബന്ധം എന്താണെന്നുള്ളത്. പക്ഷേ വലിയ കാര്യമായിട്ടൊന്നും ബാധിക്കാനില്ല. കാരണം വോട്ട് ചെയ്യാനുള്ള മനുഷ്യൻ മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞു ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന്. ഇനി അങ്ങേയറ്റം ഈ പ്രചരണങ്ങൾ കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടുമൊക്കെ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയാം, 1% വോട്ട് അല്ലെ 1.5% വോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിയാൻ സാധ്യതയുണ്ട്. അല്ലാതെ ബാക്കി മനുഷ്യൻ മനസ്സിൽ ഉറച്ച് തീരുമാനിച്ചു കഴിഞ്ഞു ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത്. ഈ പലപ്പോഴും പല ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു പോക്ക്, പ്രത്യേകിച്ച് ആന്റണിയുടെ മകൻ അല്ലെങ്കിൽ കരുണാകരൻ്റെ മകൾ ഇങ്ങനെ പോകുമ്പോൾ അത് ഒരു പാർട്ടിയുടെ വിശ്വാസ്യതയ്ക്ക് മേൽ വലിയ ഒരു ചോദ്യചിഹ്നമായി വരുന്നു. എനിക്ക് തോന്നിയിട്ടില്ല. ആരാർക്ക് വേണേൽ എതിരെ പോകേണ്ടിടത്ത് പോയാലും ജയിക്കാനുള്ള സ്ഥാനാർത്ഥി ജയിക്കും. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ മനസ്സിൽ കുറിച്ചിട്ട് കഴിഞ്ഞു. കേരളത്തിലെ വോട്ടർമാർ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള കാര്യം തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി ഈ ഓളങ്ങളും ബഹളങ്ങളും നേതാക്കന്മാരുടെ വരവൊക്കെ കൊണ്ട് അങ്ങേയറ്റം 1% അല്ലെങ്കിൽ 1.5% ഈ ഒരു ചേഞ്ച് അല്ലാതെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഏതായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് എപ്പോഴും കാപ്പൻ്റെ പ്രവചനങ്ങൾ എന്നും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ്. അത് പലതരം പുതുപ്പള്ളിയിലടക്കം ഏറ്റവും കൂടുതൽ അത് യാഥാർത്ഥ്യമായി ആ കണക്കുകൾ സൂചിപ്പിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 16 സീറ്റുകൾ കേരളത്തിൽ UDF നേടും എന്നുള്ള പ്രവചനം കൂടിയാണ് മാണി കാപ്പൻ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പിടിക്കൊപ്പം റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.